എന്തൊക്കെ ചെയ്തിട്ട് ഒരു കുണം വരുന്നില്ലല്ലോ ട്രംപേ. എന്തൊക്കെ പരിപാടി ചെയ്തു നോക്കിയില്ലേ. ആദ്യം തന്നെ മറ്റേ ഈ ലോകത്തിന് ഒരു ആമ്പടം മറക്കിയാന്ന് വെച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ പ്രസിഡന്റ് ആയിട്ട് വന്നത്. കുറേ കാലം ഈ സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസിന്റെ പിന്നാലെ പോയി. അവസാനം ഒന്നും കിട്ടിയില്ല, മുഞ്ചിത്തേക്ക് അത് പോയി. അവസാനം യുദ്ധം നിർത്തുന്നു പറഞ്ഞിട്ട് പല യുദ്ധങ്ങളും നിർത്തുക എന്നുള്ള വാചകടി മാത്രം. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയ കാരണങ്ങളൊന്നും ഇപ്പോൾ കേൾക്കാനുമില്ല, കാണാനുമില്ല. അതൊന്നും നടക്കുന്നുമില്ല. ഹോർമോസ് അടയ്ക്കുന്നു പറഞ്ഞ്, ഹോർമോസ് പൂട്ടെന്ന് പറഞ്ഞ്, തുറക്കുന്നു പറഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞ് അവസാനം വന്നിട്ട് ആ ഒരു കടലെടുക്കൽ ഇതേപോലെ വയറ് വെച്ചിരിക്കുക എന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞോ? കുറേ ആൾക്കാരെ കൊന്നു അല്ലേ? അതായത് ഇറാനിലെ കുറേ ആൾക്കാരെ കൊന്നു. ഇറാൻ തിരിച്ച് അങ്ങോട്ട് ഈ പറഞ്ഞ ഇസ്രായേലിലോട്ടും ബാക്കിയുള്ള രാജ്യങ്ങളിലോട്ടും യുദ്ധം ചെയ്ത് അവിടെയും കുറേ ആൾക്കാരുടെ ജീവനൊക്കെ പോയി. പക്ഷെ അതല്ലാണ്ട് ഈ ട്രംപും നെതന്യാഹു മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടന്നു? തൊട്ടതെല്ലാം പയച്ചു, അങ്ങനെ പറയണം. നമ്മുടെ നാട്ടിൽ തൊട്ടെല്ലാം പയച്ചു. ഇനി ഒരു രക്ഷയില്ല. ഇനി വൈറ്റ് പേപ്പറിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിടുവായുത്തരങ്ങളും വെടികളും അടിച്ചുകൊണ്ടിരിക്കുക. അവസാനം അതും മൂഞ്ചു. എല്ലാം കൂടെ മൂഞ്ചി തെറ്റിയാലും ഈ ചെന്നിക്കളവൻ്റെ തലയിലോട്ടൊന്നും കയറാൻ പോകുന്നില്ല. കാരണം ബാക്ക് നമ്മാതിരി ചുണ്ടൽ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക. അത് ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട്. അതാണ് അവസ്ഥ. ഏതായാലും പുതിയ നിരോധനം, അതായത് ഇറാൻ അടച്ചിട്ട് പോലും ഇല്ലാത്ത ഹോർമോസ് അടച്ചിട്ട് ഇറാനേക്കാൾ വലിയ ഹീറോയിസം കാണിച്ച അവസാനം ഇറാൻ എന്താണോ ഇച്ഛിച്ചത് അല്ലെങ്കിൽ അപ്പറഞ്ഞ പല പരിപാടി അതുപോലെ തന്നെ ആയി. ഒരു കടലോ അല്ലെങ്കിൽ ഒരു ഷിപ്പ് അതിലൂടെ പോവാത്ത അവസ്ഥ. എന്നിട്ടും ഇറാൻ പണ്ട് അനുവദിച്ച ഷിപ്പുകളൊക്കെ ഇപ്പോൾ അതിലൂടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അതിൽ ഏകദേശം 10-20 ഷിപ്പ് പോയി എന്നുള്ള ചില ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല. അതിൽ ഏറ്റവും രസകരമായി തോന്നിയത് ഇറാനത്തെ എണ്ണയും കൊണ്ട് ചൈനയിലോട്ട് പോയ ഷിപ്പ് കൂളായിട്ട് അതിലൂടെ കടന്നുപോയി. അത് പിന്നെ ഓൾറെഡി ഇറാൻ അപ്രൂവൽ കൊടുത്തതാണ്. ഇറാൻ ഇന്ത്യക്കും അല്ലെങ്കിൽ ചൈനക്കും റഷ്യക്കും ശ്രീലങ്കക്കും ഒക്കെ അപ്രൂവൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇറാനിന് തന്നെ പോയി കൊടുത്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇറാനിന് തന്നെ ചൈനയുമായി ബന്ധമുള്ള റിച്ച് സ്റ്റാറി എന്ന് പറഞ്ഞിട്ടുള്ള എണ്ണക്കപ്പലാണ് ഹോർമോസ് കടലിൽ കൂടെ കൂളായിട്ട് കടന്നു പോയിട്ടുള്ളത്. ഇതിൽ ഇറാനിന് ഫില്ല് ചെയ്ത് ചൈനയിലോട്ട് പോകുന്ന ഷിപ്പാണ്. അതിൽ എണ്ണയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ചെന്നിക്കളവൻ പറഞ്ഞ പോലെ കളവൻ അവിടെ ഒരു പുല്ലും ചെയ്യാൻ പറ്റിയിട്ടില്ല. സുഖമായിട്ട് കപ്പൽ പാസ് ചെയ്ത് പോയി. ഇന്നലെ 10 മണി മുതലായിരുന്നല്ലോ ഇതിൻ്റെ അവിടെ നിരോധനം വന്നത്. ആ നിരോധനത്തിന് ശേഷം തന്നെ ഈ ഷിപ്പ് അതിലൂടെ പോയിട്ടുണ്ട്. നമുക്ക് ആ ന്യൂസിലോട്ടൊന്ന് പോവാം. അമേരിക്കയുടെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള ചൈനയുമായി ബന്ധമുള്ള റിച്ച് സ്റ്റാറി എന്ന എണ്ണക്കപ്പൽ ഹോർമോസ് കടലെടുക്ക് ഇന്നലെ രാത്രി വിജയകരമായിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ഉപരോധത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇത് ആൾക്കാർ കാണുന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി തടയാനായി ട്രംപ് ഭരണകൂടം ഉണ്ടാക്കിയതാണല്ലോ ഈ ഒരു നാവിക ഉപരോധം ഹോർമോസ് കടലെടുക്കിൽ. അത് കണ്ടിരിക്കുകയാണ് ഈ ഒരു കപ്പൽ പാസ് ചെയ്തു പോയത്. ഈ കപ്പലിൽ ഇറാനിൽ നിന്നുള്ള എണ്ണയാണ് കൊണ്ടുപോകുന്നതെന്ന് കൺഫേം ആയിട്ടുണ്ട്. അമേരിക്കൻ ഉപരോധം മറികടക്കാൻ ചൈന ഇറാൻ തമ്മിലുള്ള ഒരു ബന്ധം കൂടെയാണ് ഇത് കാണിക്കുന്നത്. അതായത് ചൈന ഇറാൻ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ലോകത്തിന് ഏത് രീതിയിലാണ് ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അതായത് ഞങ്ങൾക്ക് മേലെ US-ൻ്റെ താരിഫ് ഉണ്ട്, US-ൻ്റെ എല്ലാ സാങ്ഷൻസും ഉണ്ട്. എന്നിട്ട് അതേ വെച്ചിട്ട് ഈ ഇറാൻ്റെ എണ്ണ തന്നെ എടുത്ത് ഞങ്ങൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു കപ്പൽ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു ഒഴിഞ്ഞ കപ്പലായിട്ടാണ് പാസ് പോയത്. അതായത് ഇന്ത്യയിൽ നിന്ന് ദുബായിലോട്ട് പോയിട്ടുള്ള ഒരു കപ്പലാണ്, ഒഴിഞ്ഞ കപ്പലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തോ കയറ്റിക്കൊണ്ടുവരാനാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ജിയുടെ തന്ത്രം ഒന്നും പറയത്തിട്ടോ. ഓൾറെഡി ഇന്ത്യക്ക് അപ്രൂവൽ കൊടുത്തതാണ് ഇറാൻ. ഇന്ത്യക്ക് അപ്രൂവൽ കൊടുക്കുന്നതിന് മുമ്പ് ചൈനക്കും റഷ്യക്കും ശ്രീലങ്കക്കും വരെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് കാല് പിടിച്ചപ്പം കുഴപ്പമില്ല, ജീവിച്ച് പോട്ടെ എന്നുള്ള രീതിയിൽ ഇറാൻ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഒഴിഞ്ഞ കപ്പൽ പോയപ്പം അത് നമ്മുടെ ജിയുടെ കുതന്ത്രമാണ്, ചക്കക്കുരു എന്നും പറഞ്ഞ് വരരുത്. ചക്കക്കുരു എല്ലാം കൂടെ കുഴിച്ചിട്ടിട്ട് പോലും മുളയ്ക്കാത്ത അവസ്ഥ ഇപ്പം. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പം എത്രത്തോളമാണ് ഈ ഈ ഇറാനികൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ വെല്ലുവിളിനെ ഇറാൻ ഏറ്റെടുത്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ പോവാനുള്ളവരൊക്കെ പോയിക്കോളും, ഒരു പ്രശ്നമില്ല, നമ്മളതിവിടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇനി ഈ പറഞ്ഞ സ്ഥലത്തോട്ട് അമേരിക്കയുടെ കപ്പലുണ്ടല്ലോ, അതായത് അമേരിക്കയുടെ ജോർജ് HW ബുഷ് മറ്റേ നേവി കപ്പൽ വരുന്ന വഴിയാണ് ഏറ്റവും രസം. നേരിട്ട് ക്രോസ് ചെയ്ത് പോകാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റെഡ് ഓഫ് ക്രോസിംഗ് ദ റെഡ് സീ ആൻഡ് ദ ബാബി മന്ദബും അതുപോലെ തന്നെ റെഡ് സീയും ക്രോസ് ചെയ്യാനുള്ള നല്ല പേടിയുള്ളത് കൊണ്ട് തന്നെ US എയർക്രാഫ്റ്റ് ഇന്നലെ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് നിങ്ങൾ കണ്ടോക്ക് കംപ്ലീറ്റ് ആഫ്രിക്കൻ കോണ്ടിനെന്റൽ കംപ്ലീറ്റ് ക്രോസ് ചെയ്തിട്ട് ഉള്ള നെറ്റ്വർക്ക് കൂടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആര്? നമ്മുടെ USS ജോർജ് W ബുഷ്. അപ്പോൾ പേടി ആർക്കാന്നുള്ളത് മനസ്സിലായി നിങ്ങൾ? താടിയുള്ള വാപ്പാനെ പേടിയുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇറാനിലെ താടിയുള്ള വാപ്പാനെ നല്ല പേടി ട്രംപിനും കൂട്ടർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിസ്ക് എടുക്കാതിരുന്നത്. ഇനി മറ്റ് ഒരു ന്യൂസ് കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്ക്.
ഇതാണ് ഹീറോയിസം എന്ന് പറയുന്നത്. എന്താ മനസ്സിലായി നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസം ഇസ്രായേലും അമേരിക്കയും കൂടെ ഇറാന്റെ റെയിൽ ഗതാഗതങ്ങൾ കംപ്ലീറ്റ് ഇതാക്കിയിരുന്നല്ലോ അല്ലേ? റെയിൽ പൊട്ടിച്ചു. ഇനി ഇറാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ യാത്ര ചെയ്യും, ഇറാനികൾ സാധനങ്ങൾ എങ്ങനെ കടത്തും എന്നായിരുന്നു ചുണ്ടലിയും അതുപോലെ തന്നെ ഈ പടുക്കളവരും കൂടെ വന്നിട്ട് വലിയ ഇത് വേണമെങ്കിൽ അത് വിത്തിൻ 40 hours 40 മണിക്കൂറിനകത്ത് ഈ റെയിൽ പാളങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അതിലൂടെ ട്രെയിൻ പോയി ആ ട്രെയിനിൻ്റെ അകത്ത് ഇരുന്ന് ഇറാന് ജയ് വിളിക്കുന്ന ആൾക്കാരെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹീറോയിസം. അതായത് നീയൊക്കെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും നിൻ്റെയൊക്കെ എന്ത് ഉപരോധം വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തരാനുള്ള പണി ഞങ്ങൾ തരും, അതിലൊരു മാറ്റമില്ല ട്രംപേ അല്ലെങ്കിൽ നെതന്യാഹു എന്നുള്ളൊരു പ്രോപ്പർ ക്ലീൻ ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ കണ്ടത്. ഇനി ഇന്നലത്തെ ചില അപ്ഡേറ്റുകൾ പറയുകയാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇറാൻ്റെ തന്നെ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളാണ് ഇത് കഹർ 313. ഇത് ഈ വർഷം എൻഡോട് കൂടിയിട്ട് ഇറാനിയൻ എയർഫോഴ്സിലോട്ട് ചേരും എന്നാണ് പറഞ്ഞത്. അതുപോലെ Su-35 ചൈന അല്ല നമ്മളെ റഷ്യ കൊടുത്താണ് MiG-29 എയർക്രാഫ്റ്റ്. അതുപോലെ J-10 ഇതൊക്കെ റഷ്യയുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇറാൻ്റെ സ്വന്തം ഇറാൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫൈറ്റർ ജെറ്റ് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഇറാൻ്റെ വ്യോമ സേനയിലോട്ട് കയറും എന്നാണ് പറഞ്ഞത്. ഇറാൻ ഏറ്റവും വീക്കായിട്ടുള്ളൊരു സ്ഥലമായിരുന്നല്ലേ വ്യോമ സേന അല്ലെങ്കിൽ വ്യോമ അതായത് വിമാനങ്ങളൊക്കെ ജെറ്റുകളൊക്കെ പണ്ട് റഷ്യ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവരുടെ കയ്യിലുള്ളത്. പഴയ മിഗ് ഇന്ത്യ തന്നെ മിഗ് ഇപ്പം എന്താ പറയുക കഴിഞ്ഞ ഡീകമ്മീഷൻ ചെയ്തു കഴിഞ്ഞ വർഷം കേട്ടോ. പഴയ മിഗിൻ്റെ കുറേ MiG-29 ഒക്കെ തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് പഴയ എയർക്രാഫ്റ്റ് ആയിരുന്നു. കൂടുതൽ സമയം ഇറാൻ ചെലവഴിച്ചത് മിസൈലുകൾ ഉണ്ടാക്കാനായിരുന്നു. അതിൻ്റെ ഫലം ഇപ്പോൾ നല്ലപോലെ ഈ പറഞ്ഞ അമേരിക്കയും ഇസ്രായേലും അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇറാൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന മറ്റ് വിമാനങ്ങളാണ് 5th ജനറേഷനാണ്. ഇതൊക്കെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാലല്ലോ പിന്നെ ഇറാനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ. ഇത് പേടിയുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം ഇസ്രായേലും അമേരിക്കയും ഇവന്മാരെ കൂടിയത് അല്ലെങ്കിൽ ഇവന്മാരെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ സ്ട്രോങ് ആയിട്ട് വന്നാൽ പിന്നെ മിഡിൽ ഈസ്റ്റിൽ എവിടെയും തൊടാൻ ഈ പറഞ്ഞ 2 ടീമിനും പറ്റൂല. വിശാല ഇസ്രായേൽ എന്നൊക്കെ ഉള്ളത് നെതന്യാഹുവിൻ്റെ മനസ്സിൽ മാത്രം വിശാലത ഉണ്ടാവുള്ളൂ, അത് പുറത്തോട്ട് വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പരിപാടി ഇവന്മാർ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇറാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വിജയം കണ്ട് ഈ പറഞ്ഞ ഇതിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ. അപ്പോൾ ഇതാണ് ഇത് പറയാനുള്ളത്. പിന്നെ ഇന്നലത്തെ ട്രംപിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു അല്ലേ? 158 ഇറാനിയൻ കപ്പലുകളാണ് നശിപ്പിച്ചത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുന്നത്. 158 ഇറാൻ്റെ ഈ ട്രംപിൻ്റെ അവകാശവാദത്തിനാണ് ഇറാൻ പരിഹസിച്ചിട്ട് കൂക്കി വിട്ടിട്ടുള്ളത്. കപ്പലുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഇപ്പോൾ ഹോർമോസ് കടലെടുത്ത് നിയന്ത്രിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇറാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 158 കപ്പലോട് തീർന്നതിനെ പിന്നെ കപ്പലിന് ഓടിക്കൂടല്ലേ, ഹോർമോസിലൂടെ പേടിക്കാണ്ട് ഓടാൽ എന്തേ പിന്നെ പറ്റാത്തത് എന്നാണ് ഇറാൻ ചോദിച്ചിട്ടുള്ളത്. തങ്ങളുടെ സ്വാൻ ടാക്ടിക് ചെറിയ മിസൈൽ ബോട്ടുകൾ നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നത്, ചെറിയ മിസൈൽ ബോട്ടുകൾ എങ്ങനെയാണ് എന്താ പറയുക മിസൈൽ ഘടിപ്പിച്ച് ഓടിപ്പോയി ഈവൻ റഡാറിൽ പോലും പെടാത്ത രീതിയിൽ ആ ഒരു ഇതിലാണ് ഇത് താന്നിട്ടല്ല ഇത് പോകുന്നത്. അത് വെള്ളത്തിന് അടിയിലോട്ട് പോകാൻ പറ്റും, മേലോട്ട് വരാനും പറ്റും. അത്തരത്തിലുള്ള ബോട്ടുകളുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വലിയ കപ്പലുകൾ ഇറാൻ്റെ അടുത്ത് ഒരുപാടൊന്നുമില്ല. ആകെ ഇറാൻ എന്തായിരുന്നു അതിൻ്റെ പേര് മറന്നുപോയി, ഒരൊറ്റ വിമാനവാഹിനി കപ്പലുണ്ടായിരുന്നത്, ഒരു ചരക്ക് കപ്പൽ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് മാത്രമേ ഇറാൻ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അതല്ലാണ്ട് ചെറിയ ബോട്ടുകൾ വഴി ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ അറിയാം. ഇനി ഈ പറഞ്ഞ 158 ഇറാനിയൻ കപ്പൽ തകർത്തതിൻ്റെ ഒരു പ്രൂഫും കൂടെ ഒന്ന് വിടണേ എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. സ്വയം അവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് പിന്നെ ഇന്നലെ നടന്നിട്ടുള്ള ഒരു പ്രധാന കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ നിങ്ങൾ കണ്ടുണ്ടാവും റഷ്യ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക സമാധാന കരാറിൻ്റെ ഭാഗമായിട്ട് റഷ്യ മുന്നോട്ടൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇറാൻ്റെ കയ്യിലുള്ള എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം 450 കിലോഗ്രാം ഞങ്ങളുടെ അടുത്ത് തന്നോളൂ, ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചോളാം, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സൂക്ഷിച്ചു വെച്ചോളാം, അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സമാധാന കരാറിലോട്ട് പോകാം എന്ന് റഷ്യ ഒരു ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം റഷ്യ ബുഷേറിലൊക്കെ ഇവർ നടത്തുന്ന ആണവ ഇതുണ്ടല്ലോ, വ്യോമാക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ റഷ്യൻ എഞ്ചിനീയേഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇറാൻ ഒരു സൈഡിൽ കൂടെ മാക്സിമം പെട്ടെന്ന് തന്നെ ഇത് എൻറിച്ച് ചെയ്ത് പരിപാടി തീർത്തിട്ടെ സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങി വെച്ചെത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. അപ്പം ആ സ്ഥലത്തോട്ട് ഇമാതിരി പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ റഷ്യൻ എഞ്ചിനീയേഴ്സിന് വരെ അത് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്കും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനും മൊത്തം അതൊരു പ്രശ്നമായി മാറും. ജീവൻ ആപത്താണ് ആ ഒരു വലിയ ജനതയ്ക്ക് തന്നെ. അതുകൊണ്ട് റഷ്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞങ്ങൾ തൽക്കാലം സാധനങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇറാൻ അത് മാത്രമല്ല അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ വാശി എന്താ, 20 വർഷത്തേക്ക് എൻറിച്ച്മെൻറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ 20 വർഷത്തേക്ക് യുറേനിയം കീപ്പ് ചെയ്യുന്ന 20 വർഷം കൊണ്ട് ഇത് അടിച്ച് തീർക്കുക, ഇറാനെ മൊത്തത്തിൽ അങ്ങോട്ട് തീർക്കുക. കുറേ സമയം കിട്ടും, 20 വർഷം കൊണ്ട് യുദ്ധം ചെയ്ത് അവന്മാരെ തീർക്കുക. അതാണ്. പക്ഷേ ഇറാൻ പറഞ്ഞത് ഒരു 5 മുതൽ 10 വർഷം വരെ ഞങ്ങൾ തൽക്കാലം എൻറിച്ച് ചെയ്യുന്നില്ല. അത് ഇറാൻ പറഞ്ഞതാണ്. ചെയ്യുമെന്നുള്ള അറിയില്ല, ഇറാൻ ബാക്ക് കൂടെ നല്ല പണി കൊടുക്കും. അപ്പം അത് ഞങ്ങൾ സമ്മതിക്കാം. പക്ഷേ 20 വർഷം അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് ഇപ്പം ഇവർക്ക് കൊടുത്തിട്ടുള്ള മറുപടി. അതിൽ തന്നെയാണ് ഇവന്മാർ പിടിച്ച് നിൽക്കുന്നതും. ഇവന്മാർ ഈ പറഞ്ഞ ഇപ്പം ഇനി ഈ വ്യാഴാഴ്ച അടുത്ത ഒരിത് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, മറ്റൊരു ചർച്ച വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സത്യാവസ്ഥ എത്രത്തോളം എന്നറിയില്ല. അങ്ങനെ ചില കാര്യങ്ങളും
ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്. ഏതാണെങ്കിലും ട്രംപിന്റെ മുന്നറിയിപ്പിന് ശേഷം കപ്പലുകൾ തലങ്ങും വിലങ്ങും അതുകൂടെ പോകുന്നുണ്ട്. അത് ഇറാൻ സാങ്ഷൻ ചെയ്ത കപ്പൽ അല്ലെങ്കിൽ ഇറാൻ അപ്രൂവൽ കൊടുത്ത കപ്പൽ, അല്ലാത്തൊരു കപ്പലുകൾ എവിടെയും പോകുന്നില്ല. ചൈനയുടെയും ബാക്കിയുള്ള എല്ലാ കപ്പലും പോകുന്നുണ്ട്. പിന്നെ ട്രംപ് വെറുതെ വിടിവായുത്തരം പറഞ്ഞിട്ട് ഈ വിവരം കെട്ടവൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ദബുദ്ധി അല്ലെങ്കിൽ പടു ചെന്നിക്കളവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ തോൽവി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അമേരിക്ക ഭരിച്ച അല്ലെങ്കിൽ ലോകം ഭരിച്ച ഏറ്റവും വലിയ തോൽവിയായിട്ടുള്ള പ്രധാന പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കുട്ടിയൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, അത് ഈ പറഞ്ഞ പട്ടുക്കളവൻ ട്രംപാണെന്നുള്ളത്. ഏതായാലും പുതിയ അപ്ഡേറ്റുകളുണ്ട്, അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ.